ഹായ് ഓൾ, ലവ്മിനൻ ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വീണ്ടും ഒരു ജനറൽ നോളജ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തു ഒരു GK വീഡിയോ കൂടെ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ജനറൽ നോളജിൽ വീണ്ടും ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് അധികം വൈകിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി റീജിയൻസ് വേർ ഫാമേഴ്സ് സ്പെഷ്യലൈസ് ഇൻ വെജിറ്റബിൾസ് ഓൺലി ദ ഫാമിംഗ് ഇസ് നോൺ ആസ് ഡാഷ്. ആൻസർ വരുന്നത് ട്രക്ക് ഫാമിംഗ് ആണ്. അതിൽ തന്നെ ഓപ്ഷൻ ബി വിറ്റികൾച്ചർ, ഗ്രേപ്സ് റിലേറ്റഡ് ആണ്. ഓപ്ഷൻ സി മിക്സഡ് ഫാമിംഗ്, മോർ ദാൻ വൺ ക്രോപ്പ്, അങ്ങനെയുള്ള ഇതിനാണ് മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. കളക്റ്റീവ് ഫാമിംഗ് നമ്മൾ മോർ ദാൻ വൺ ഫാമേഴ്സിൻ്റെ ചെറിയ ചെറിയ പ്ലേസസ് എല്ലാം കൂടെ കളക്റ്റീവായി വെച്ചുകൊണ്ട് ചെയ്യുന്ന ഫാമിങ്ങിനെയാണ് കളക്റ്റീവ് ഫാമിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ പ്യുവർ ഡെഫിനിഷൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞതേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കോണ്ടിനെൻറ്റ് ഹാസ് ദി ഹയസ്റ്റ് ക്രൂഡ് ഡെത്ത് റേറ്റ് ആൻഡ് ബർത്ത് റേറ്റ്? ക്രൂഡ് ഡെത്ത് റേറ്റും ബർത്ത് റേറ്റും ഏത് കോണ്ടിനെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ എന്നാണ് ചോദ്യം. സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ആഫ്രിക്കയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ. ദി ഫ്രീക്വൻസി ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി ഹയസ്റ്റ്? എല്ലാം വേവ്സ് ആണ്. നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള കുറച്ച് ഇതാണ് കൊടുത്തിട്ടുള്ളത്. അതിലേറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അറിയുന്നതായിരിക്കും എല്ലാവർക്കും. ഗാമ റേസ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ എത്ര ഇതുണ്ട് എന്നുള്ളത് നോക്കി വെക്കണം. ഹയസ്റ്റ് ഫ്രീക്വൻസി, ലോവസ്റ്റ് ഫ്രീക്വൻസി, അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ വേവ് ലെങ്സ്, ഇതിൻ്റെ യൂണിറ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി വെക്കുന്നത് യൂസ്ഫുൾ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ആനുവൽ റാമൻ മാഗ്സസെ അവാർഡ് ഇസ് ഗിവൺ ഇൻ ദി മെമ്മറി ഓഫ് ദി ഫോമർ പ്രസിഡന്റ് ഓഫ് ഡാഷ്. ഏത് രാജ്യത്തിൻ്റെ മുൻപത്തെ പ്രസിഡന്റിൻ്റെ മെമ്മറിയിലാണ് റാമൻ മാഗ്സസെ അവാർഡ് കൊടുക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ഫിലിപ്പൈൻസ് ആണ്. അതോടൊപ്പം തന്നെ നോക്കി വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 2025 എത്ര പേര് വിൻ ചെയ്തിട്ടുണ്ട്, ഇന്ത്യക്കാരുണ്ടോ, ഇനി ഉണ്ടെങ്കിൽ തന്നെ ആരാണ്, ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ റാമൻ മാഗ്സസെ അവാർഡ് ആരാണ്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ബിലോങ് ടു ദി സൂഫി ഓർഡർ ഡാഷ്. ഏത് സൂഫി ഓർഡറിലാണ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ബിലോങ് ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ ഓപ്ഷൻ എ ചിസ്റ്റിയാണ്. അഫ്ഗാൻ റീജിയനിലാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദി ഓത്തർ ഓഫ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ട് വളരെ ശീലിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻ ബി ആണ്. അരുന്ധതി റോയ് ആണ് ആൻസർ വരുന്നത്. ഫസ്റ്റ് ബുക്കർ പ്രൈസ് വിന്നറാണ്. 1997 അരുന്ധതി റോയ് ബുക്കർ പ്രൈസ് വിൻ ചെയ്തിട്ടുള്ളത്. രാജാറാം മോഹൻ റോയ് ഫൗണ്ടഡ് ഡാഷ്. ഇതിലേത് ഫൗണ്ടേഷനാണ് രാജാറാം മോഹൻ റോയ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആൻസർ അറിയുന്നതായിരിക്കും. ബ്രഹ്മോ സമാജാണ്. ആര്യ സമാജ് ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ ബിയിലും സിയിലും വരുന്നത് അതിൻ്റെ ഫൗണ്ടേഴ്സ് ആരാണ്, അതിൻ്റെ ഇയേഴ്സ് ഏതാണെന്ന് കൂടെ നോക്കി വെക്കുന്നത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് കമ്മിറ്റി റെക്കമെൻഡഡ് ഫോർ ദി പഞ്ചായത്തി രാജ് സിസ്റ്റം ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം റെക്കമെൻഡ് ചെയ്തത് ഏത് കമ്മിറ്റി ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ ബി ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയാണ്. 73rd അമെൻമെൻറ്റിലൂടെയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങിയ രീതി കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസസ് ഹിന്ദി ആസ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഹിന്ദിയെ പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 343 ആണ്. ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് ഏതാണെന്ന് അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഈസ് ദി ഇന്റർനാഷണൽ ലേബർ ഡേ ഒബ്സർവ്ഡ്? അന്താരാഷ്ട്ര തൊഴിലാളി ദിനം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലടക്കം മെയ് 1 സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രം മെയ് 1 അല്ലാത്ത ഡേയും ഇന്റർനാഷണൽ ലേബർ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നോക്കി വെച്ചാൽ വളരെ നല്ലതായിരിക്കും. വാട്ട് വാസ് ദി ഓൾഡ് നെയിം ഓഫ് എത്യോപ്യ? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ യൂഷ്വലി അങ്ങനെ കണ്ടുവരാറില്ല. എന്നാലും കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു 5 എക്സാം നടക്കാൻ ഒരെണ്ണത്തിലൊക്കെ ചോദിച്ച് കാണാറുണ്ട്. നോക്കി വെക്കണം. പഴയ പേരും പുതിയ പേരുകളും. അബിസീനിയ ആണ് എത്യോപ്യയുടെ പഴയ പേര്. സിലോൺ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീലങ്കയാണ്. അതുപോലെ മ്യാൻമറിൻ്റെ പേരുണ്ട്. അതുപോലെ തന്നെ സ്വാസിലാൻഡ്, നെതർലാൻഡ്, ഒരുപാട് കൺട്രീസിൻ്റെ പുതിയ പേര്, പഴയ പേരുകളുമുണ്ട്. ചെക്ക് റിപ്പബ്ലിക്കിന് പുതിയ പേര് വന്നിട്ടുണ്ട്. തുടങ്ങിയവയൊക്കെ നോക്കി വെക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ഈ കൺട്രീസിൻ്റെ ഒക്കെ ക്യാപിറ്റൽ കൂടെ ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദി ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി ഫോർമുലേറ്റഡ് ഇൻ 1968 വാസ് ബേസ്ഡ് ഓൺ ദി സജഷൻസ് ഓഫ് ഡാഷ്. ഈ കമ്മിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അതിന് ആൻസർ വരുന്നത് DS കോത്താരി കമ്മീഷനാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം റെക്കമെൻഡ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന കമ്മിറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രീസ് G20 സമ്മിറ്റ് വാസ് ഹെൽഡ് ഇൻ ദി ലാസ്റ്റ് വീക്ക് ഓഫ് ഓഗസ്റ്റ് 2024? അവസാന
G20 സമ്മിറ്റ് നടന്നത് 2023 ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു നടന്നത്, ഡൽഹിയിൽ. 24 ബ്രസീലിലാണ് നടന്നത്. 25 ഇനി എവിടെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കി വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. ഹൂ ഈസ് ദി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. ലേറ്റസ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ നോക്കി വെക്കുക. ഓപ്ഷൻ ബി ഗ്യാനേഷ് കുമാറാണ്. 3 ആളുകളാണ് ഇപ്പോൾ നിലവിൽ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്, എല്ലാവർക്കും അറിയാലോ അല്ലേ. ഓപ്ഷൻ ഡി സുകുമാർ സെന്നാണ് ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ദി ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം IRDP ഈസ് റിലേറ്റഡ് ടു എന്താണെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് കണ്ടുവരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ചെയ്ത വീഡിയോയിലും ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് വില്ലേജസ്, ഗ്രാമങ്ങളുടെ ഡെവലപ്മെൻറ്റിനെ ഇതാക്കിയിട്ടുള്ളതാണ് IRDP എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിർവിക് സ്കീം ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇസ് റിലേറ്റഡ് ടു. വീണ്ടും ഒരു സ്കീം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിർവിക് എന്ന് പറയുന്നത്. ലോൺ ഫെസിലിറ്റി ടു ഫെസിലിറ്റേറ്റ് എക്സ്പോർട്സ്, കയറ്റുമതി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് നിർവിക് സ്കീം എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ റോക്കറ്റ് യൂസ്ഡ് ഫോർ പ്ലേസിംഗ് സാറ്റലൈറ്റ്സ് ഇൻ സ്പേസ്? സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. GSAT ആണ് ആൻസർ വരുന്നത്. അതിൽ ഓപ്ഷൻ എ വോസ്റ്റോക്ക് എന്ന് പറയുന്നത് റഷ്യയുടേതാണ്. അതും ഒരിക്കലും ഒരു സാറ്റലൈറ്റ് പ്ലേസ് ചെയ്യുന്നതല്ല. PSLV നമ്മുടെ ഇന്ത്യയുടേതാണ്, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത്. GSAT ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ദി സിംബൽ ഫോർ എലിമെൻറ്റ് ടിൻ ഇൻ കെമിസ്ട്രി ഈസ്. ടിൻ എന്ന് പറയുന്ന എലിമെൻറ്റിൻ്റെ സിംബൽ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സയൻസ് തന്നെയാണ്, വീണ്ടും SN ആണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുണ്ട്. അയേൺ, ഗോൾഡ് എല്ലാം ചോദിച്ച് കാണാറുണ്ട്. നോക്കി വെച്ചാൽ നല്ലതായിരിക്കും തീർച്ചയായിട്ടും. മാക്സിമം പോപ്പുലേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഫൗണ്ട് ഇൻ സോയിൽ. ഏറ്റവും കൂടുതൽ ഇതിൽ ഏതാണ് മണ്ണിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ബേസിക് ആയിട്ടുള്ള ഒരു ബയോളജി, ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ മണ്ണിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ബാക്ടീരിയ ആണ്. മണ്ണിൻ്റെ ഏറ്റവും മുകളിൽ ടോപ്പ് ലെയറിലാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ഇന്ത്യാസ് ഫസ്റ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായിട്ട് വന്ന ഒന്നാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ആദ്യത്തേത് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ജനറൽ ബിപിൻ റാവത്ത് ആണ്. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഉണ്ട്, ആരാണെന്നുള്ളത് നോക്കി വെക്കണം. ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോയിൻമെൻറ്റ്സിൽ ചോദ്യം കാണാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൂ ഇസ് ദി ഫസ്റ്റ് ഇന്ത്യൻ റൈറ്റർ ഇൻ ഇംഗ്ലീഷ് ടു ഹാവ് ബീൻ ചോസൺ ഫോർ ദി ജ്ഞാനപീഠ് അവാർഡ്? ജ്ഞാനപീഠം അവാർഡ് ഇംഗ്ലീഷിൽ എഴുതിയതിൽ ആദ്യമായിട്ട് വിൻ ചെയ്യുന്ന ഇന്ത്യൻ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അമിതാഭ് ഘോഷ് ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഈ വർഷം ജ്ഞാനപീഠം കൊടുത്തിട്ടുണ്ട്. 2025 വിനോദ് കുമാർ ശുക്ലയാണ് വിൻ ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പേര് നോട്ട് ചെയ്ത് വെക്കുക. 59th ജ്ഞാനപീഠത്തിൻ്റെ വിന്നറാണ് അദ്ദേഹം. പാർട്ടീഷൻ ഓഫ് ബംഗാൾ വാസ് ക്യാൻസൽഡ് ഇൻ. ഏത് വർഷത്തിലാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ ക്യാൻസൽ ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. 1911 ആണ്. 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടന്നിട്ടുള്ളത്. 2 ഡേറ്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹയാത്ത് ഇ ജാവേദ് ഇസ് എ ബയോഗ്രഫി ഓഫ്. ഹയാത്ത് ഇ ജാവേദ് ആരുടെ ബയോഗ്രഫി ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് AMU JMIയിൽ സ്ഥിരമായിട്ട് സർ സെയ്ദ് അഹമ്മദ് ഖാൻ അങ്ങനെ അവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വൈസ് ചാൻസലർ ആരാണ്, ചാൻസലർ ആരാണ് AMUൻ്റെ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. നോക്കി വെച്ചാൽ എന്തായാലും അത്തരത്തിലുള്ള എക്സാംസിന് യൂസ്ഫുൾ ആയിരിക്കും. ഇൻ മാർച്ച് 1942 ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് സെൻറ്റ് എ മിഷൻ ടു ഇന്ത്യ നോൺ ആസ്. ഫസ്റ്റ് വീഡിയോയിലും നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിപ്സ് മിഷൻ്റെത്. ഇത് അതിൻ്റെ തന്നെ വേറെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഒക്കെ തൊട്ട് മുൻപായിട്ട് നടന്നിട്ടുള്ളതാണ് ഈ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത്. അതിനെ പ്രതിഷേധിച്ചുകൊണ്ടൊക്കെയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് 1942 സ്റ്റാർട്ടായിട്ടുള്ളത്. സോ തോമസ് റോ വിസിറ്റഡ് ദി മുഗൾ കോർട്ട് ഡ്യൂറിങ് ദി റെയിൻ ഓഫ്. ആര് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലേ, ആര് ഹെഡായി ഇരിക്കൊണ്ടിരിക്കുകയാണ് തോമസ് റോ വിസിറ്റ് ചെയ്തതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ ബി ജഹാംഗീർ ആണ് ആൻസർ വരുന്നത്. മുഗൾ എംപറർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് GPS? നമ്മളെല്ലാവരും മൊബൈൽ, ഗൂഗിൾ മാപ്സ് അതുപോലെ തന്നെ മാപ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് GPS എന്ന് പറയുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. ഫുൾ ഫോംസും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദി ടൂംബ് ഓഫ് ഇംതിമാദുദ്ദൗല അറ്റ് ആഗ്ര വാസ് ബിൽഡ് ഡ്യൂറിങ് ദി റെയിൻ ഓഫ്. ഓപ്ഷൻ സി, അതും ജഹാംഗീർ തന്നെയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. GKയിലെ തന്നെ നമ്മൾ ചെയ്യുന്ന സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ ലോ എൻട്രൻസ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സബ്ജക്ട്സിൻ്റെ മുകളിലും വീഡിയോ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ്, മെൻ്റൽ എബിലിറ്റി, ലീഗൽ, GK എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റീസെൻ്റ് ആയിട്ട്. ഇനി ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.